ചില ദിവസങ്ങളിലൊക്കെ നമ്മളുടെ തിരി മങ്ങി അങ്ങോട്ട് പോവും. എന്താ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാലേ ചില ആൾക്കാർ ചില കുടുംബങ്ങളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ മോന്തം കയറ്റിരിക്കണ കാണാം. ഞാൻ പറഞ്ഞ് വീഡിയോ തിരിക്കാൻ ചെയ്യുമ്പോഴൊക്കെ ചില എഴുത്തിമാർ മോന്തം കയറ്റിരിക്കണ കാണാം. അപ്പോൾ എന്നെ കാണുമ്പോൾ അച്ഛൻ ഈശ്വംശ എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു സ്തുതിയാണ്. ഞാൻ പറഞ്ഞു എന്നെ പറ്റി എന്ത് പറ്റി? ഒന്നും പറയണ്ട അച്ഛൻ, ഇവിടെ ഒരു തൊഴുത്ത് പോലെയാണ് അച്ഛൻ, വെഞ്ചരിക്കുക ഇതുകൊണ്ടെങ്കിലും വല്ല മെച്ചം ഉണ്ടാകട്ടെ എന്ന് പറയും. അതുപോലെ അവരുടെ മനസ്സ് വിശ്വാസം മങ്ങിപ്പോയിരിക്കുക. വീട്ടുകാരുടെ കുറേ നാട്ടുകാരുടെ അയൽവാസികളുണ്ടാവുമല്ലോ ഇതുപോലെ പ്രശ്നം ഉണ്ടാക്കാനും വെറുതെ പോലീസ് കേസ് കൊടുക്കാനും ഒക്കെ വരുമ്പോൾ പോലീസുകാർ നമ്മുടെ വീട്ടിൽ വരും. നിങ്ങൾ നാളെ സ്റ്റേഷനിലേക്ക് വരാൻ പറയും. ഞങ്ങളെന്താ പറയണത്? അപ്പോൾ ഉടനെ ഹർജി വായിച്ച് കേൾപ്പിക്കും. പണ്ടാരക്കാലൻ ഇപ്പോൾ നമുക്കിടെ പണി വെച്ചല്ലേ. ദൈവമേ സമാധാനം ഇല്ലല്ല, തിരി മങ്ങിപ്പോവുകയാണ്. എങ്ങനെയാണ് അത് മങ്ങണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഇവർ മങ്ങിയ തിരി ഇവർ കെടുത്തു. ഈ മങ്ങിയ തിരി ഇപ്പം തന്നെ തിരി മങ്ങി നിൽക്കുകയാണ്. ഇത്രയും നാളെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയൊക്കെ മങ്ങിപ്പോയി, വിശ്വാസം മങ്ങിപ്പോയി, ദൈവസ്നേഹം മങ്ങിപ്പോയി, എല്ലാം മങ്ങിയിരിക്കുക. എൻ്റെ മക്കളെ, നിങ്ങളെയൊക്കെ എല്ലാം ദൈവത്തിന് അറിയാം, എന്നെ അറിയാവും. എന്താ സംഭവിച്ചാൽ എന്തെങ്കിലും വിഷയമുണ്ട് അപ്പം മങ്ങിപ്പോവും. മങ്ങിയ തിരി മനുഷ്യൻ എന്താ ചെയ്യണത്? തല്ലിക്കെടുത്തി കളയും. മങ്ങിയ തിരി ഇപ്പം എന്താ, ഞാൻ ഇപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് എന്തുമാത്രം പ്രാർത്ഥിച്ചു, എന്നിട്ട് എൻ്റെ വീട്ടിൽ ഇപ്പം ഇന്ന് പോലീസ് മാറണില്ല എന്നുള്ള ചോദ്യം തന്നെ ഒരു കൊടുങ്കാറ്റാണ്. നിൻ്റെ ചോദ്യം നിൻ്റെ കൊടുങ്കാറ്റായി നിൻ്റെ വിശ്വാസത്തിൻ്റെ തിരിക്കെടുത്തിക്കളയും. മങ്ങിയ തിരിക്കെടുത്ത് എൻ്റെ മക്കളെ, മങ്ങിയ തിരിയ, അതായത് ജീവിത പ്രശ്നങ്ങൾ, രോഗങ്ങൾ, സാമ്പത്തിക തകർച്ചകൾ, കോവിഡുകളൊക്കെ വന്നിട്ട് വിശ്വാസത്തിൻ്റെ തിരി ഇങ്ങനെ മങ്ങിപ്പോകുമ്പോൾ നീ എന്താ ചെയ്യേണ്ടത്? അതിനെ പിന്നെ ഊതിക്കെടുത്തുകയല്ലേ ചെയ്യേണ്ടത്? ദൈവദാസനാണ്ട തിരികളാണ് മങ്ങണത്. അപ്പോഴെന്ത് ചെയ്യും? ദാസനും ദാസ്യമാണെങ്കിൽ അവരാ തിരി കെടുത്തത്തില്ല. എന്താ കാര്യം? മങ്ങിയ തിരി എപ്പോഴായാലും ആളിക്കത്തുവെന്ന് പരിശുദ്ധാത്മാവ് അവരോട് പറയും. ഇങ്ങനെ പരിശുദ്ധാത്മാവ് പറയാത്തത് കൊണ്ടാണ് ഇതെൻ്റെ തിരി മങ്ങിയ കാലമാണ്, ഇത് സ്വീകാര്യമായ കാലമല്ല, ഇത് പ്രസാദത്തിൻ്റെ കാലമല്ല എന്ന് പറയുമ്പോഴേ നമ്മളെന്ത് ചെയ്യും? നമ്മളെ വിശ്വാസത്തിനെ തടുത്ത് പിടിക്കണം. മറ്റ് കാറ്റുകളെ നേരിട്ട് കർത്താവേ, അമ്മ കണ്ടില്ലേ, അതായത് ഒരിക്കൽ പോലും ഈ പ്രസവക്കൂട്ടിൽ കിടന്ന് കന്നുകാലിക്കൂട്ടിൽ കിടന്ന് മെഴുകിയിട്ട് പോലും എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്തത്, ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ന് മങ്ങിയ തിരി അമ്മക്ക് എടുത്തില്ല. മറിച്ച് ഈശോയെ നഷ്ടപ്പെട്ടപ്പോൾ ചോദിച്ചു, ഈശോ എന്താണ് നിന്നെ പെറ്റ രാത്രി ആരും എൻ്റെ കൂടെ ഇല്ലാഞ്ഞ്? അന്ന് ചോദിക്കാത്തൊരു ചോദ്യം ഇന്ന് ഞാൻ ചോദിക്കുകയാണ്, നീ എന്താണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്? അതാണ് അമ്മ മങ്ങിയ തിരിക്ക് എടുത്തത്തില്ല. ദൈവവിശ്വാസി, നീ പ്രാർത്ഥിക്കണം അമ്മയോട്, കാലക്കെട്ട് വീണ ഈ രാത്രി. എന്തിനാണെന്നറിയാവോ? അമ്മയെപ്പോലെ വിശ്വസിക്കാൻ, അമ്മയെപ്പോലെ എൻ്റെ വിശ്വാസത്തിൻ്റെ ദൈവസ്നേഹത്തിൻ്റെ തിരിമങ്ങുമ്പോഴേ അത് കെടുത്താതിരിക്കാൻ, നെഗറ്റീവുകൾ ചിന്തിച്ച് നെഗറ്റീവുകൾ പറഞ്ഞ് അത് കെടുത്താതിരിക്കാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. അമ്മ മങ്ങിയ തിരി കെടുത്താതെ എന്തിനാണ് ചതഞ്ഞ അങ്കണ ഒടിച്ചു കളയാതെ നിലനിർത്തിയത്? അതൊരു പ്രത്യാശയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ആ മങ്ങി നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് ജ്വലിക്കുന്ന അവസ്ഥയിലേക്ക് വരും. ഈ സമയത്ത് എന്താണ് അമ്മ ചെയ്തത്? താഴെ ഐസയ എഴുതിയിട്ടുണ്ട്, ചതഞ്ഞ ഞാങ്കണ അവൻ മുറിക്കുകയില്ല, മങ്ങിയ തിരി കെടുത്തുകയില്ല, അവൻ വിശ്വസ്തയോടെ നീതി പുലർത്തും. ഈശോയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്, പക്ഷേ ഇത് അമ്മയെക്കുറിച്ച് സത്യമാണ്. കാര്യം അമ്മ ദാസിയാണല്ലോ. ലുക്കാ 1:38 വെച്ച് ഇതാ കർത്താവിൻ്റെ ദാസി, ഈശോ ദാസൻ, ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പ്രിയപ്പെട്ട ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ. 12:18 മത്തായി. അപ്പോൾ നമ്മളിപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? മത്തായി 12:18 ഈശോ ദാസനാണ്, തിരഞ്ഞെടുത്ത ദാസനാണ്. ലുക്കാ 1:38 അമ്മ ദാസിയാണ്, വചനത്തിന് വേണ്ടി സ്വയം സമർപ്പിച്ച ദാസിയാണ്. ഈ ദാസൻ്റെയും ദാസിയുടെയും ജീവിത രീതികളെ നമ്മൾ വചനാത്മകമായിട്ട് ധ്യാനിക്കുകയാണ്. അമ്മ ധ്യാനിച്ചത് 2 സ്ഥലത്ത് വെച്ച് അമ്മ ധ്യാനിച്ചു. ആട്ടിടയന്മാർ പോയപ്പോഴും ധ്യാനിച്ചു. വചനം എന്തിനുള്ളതാണ്? ദുർഘട സമയത്ത് ധ്യാനിക്കാനുള്ളതാണ്. വചനം എന്തിനുള്ളതാണെന്ന് അമ്മ പറയും, മകനെ അത് ദുർഘട സമയത്ത് ധ്യാനിക്കാനുള്ളതാണ്. പ്രത്യേകിച്ച് എപ്പോഴും ധ്യാനിക്കണം, ദുർഘട സമയത്ത് പ്രത്യേകിച്ച്. പക്ഷേ എന്തിനാണ് ഇവർ മങ്ങിയത്തിരി കെടുത്താതിരുന്നത്?
എന്തിനാണ് ഹൃദയത്തിൽ സംഗ്രഹിച്ചത്? ഒറ്റ കാര്യം, വിശ്വസ്തത. വിശ്വാസമല്ല, പ്രത്യാശയല്ല, ദൈവസ്നേഹമല്ല, വിശ്വസ്തത. അതാണ് 3 ഐസയ 42:3 ചതഞ്ഞ ഞാങ്കണ അവൻ മുറിക്കുകയില്ല, മങ്ങിയ തിരി കെടുത്തുകയില്ല, അവൻ വിശ്വസ്തയോടെ നീതി പുലർത്തും. നീതി പുലർത്തുക മാത്രമല്ല, നീതി പുലർത്തുക വെച്ചാൽ നീതി എന്നാണ്, ദൈവജനമാണ്. ദൈവജനം എന്താണ്? ദൈവ മനസ്സാണ്. ദൈവ മനസ്സിനോട് വിശ്വസ്തത കാണിക്കുന്നതായി പറയണത് എന്തിനാണ്? 4 ഐസയ 42:4 ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നവരെ അവൻ പരാജയപ്പെടുകയില്ല, അധീരനാവുകയുമില്ല. ഭൂമിയിൽ എന്താണ്? നമ്മുടെ ജീവിതം എവിടെയാണ്? ഭൂമിയിലാണ്. നമ്മുടെ ജീവിതത്തിൽ എന്താണ് സ്ഥാപിക്കേണ്ടത്? നീതി സ്ഥാപിക്കണം. നീതി എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ തിരുമനസ്സ്. ദൈവത്തിൻ്റെ തിരുമനസ്സ് എന്താണോ അത് നമ്മുടെ ജീവിതത്തിൽ സ്ഥാപിക്കുന്നവരെ എന്ത് ചെയ്യും? പരാജിതനാവുകയില്ല. അവൻ ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നവരെ അവൻ പരാജയപ്പെടുകയില്ല. ഞാൻ പറഞ്ഞില്ലേ, സാക്ഷ്യങ്ങളൊക്കെ പറയുമ്പോൾ അവർ വിജയിച്ച ചരിത്രം പറയുകയാണ്. വിശ്വാസി വിജയിക്കാനുള്ളവനാണ്. ദൈവ തിരുമനസ്സാകുന്ന ദൈവത്തിൻ്റെ നീതി അത് ഭൂമിയാകുന്ന നമ്മുടെ ജീവിതത്തിൽ നിറവേറുമ്പോഴോ നമ്മൾ പരാജയപ്പെടുകയില്ല. നമ്മൾ യുദ്ധം ചെയ്യും, ഈ യുദ്ധം നമ്മൾ ജയിക്കും. മറിയത്തോടൊപ്പം